ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ വെച്ചുള്ളൊരു മസാല ബോണ്ടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായതും വലിയ ജീരകം, ഉഴുന്നുപരിപ്പ് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഉപ്പിടുന്ന സമയത്ത് ഒരല്പം ഇട്ട് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഞാൻ കപ്പ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടാണ് ഞാൻ പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കൂടിയിട്ട് പൊടികളുടെ പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പയുണ്ടല്ലോ, അതുകൂടി നമുക്കിതിലേക്കിട്ട് ഒരല്പം ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഈ മസാല കപ്പയുടെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിക്ക് തന്നെയാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതായിട്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനുള്ള ഒരു ബാറ്റർ റെഡി ആക്കിയെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു പാത്രം കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ഞാൻ വറുത്തതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊരു ബാറ്റർ ആക്കിയെടുക്കാം. കട്ട കെട്ടാതെ വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഒരല്പം ഇട്ട് കൊടുത്താൽ മതി. കൂടുതലായി എന്ന് വെച്ചാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബോളുകളാക്കിയെടുക്കാം. എന്നിട്ട് ഈ ബാറ്ററിലേക്ക് മുക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചു കോരാം. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ബോണ്ട റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മൾ മസാലക്കൂട്ട് റെഡിയാക്കിയല്ലോ, ആ സമയത്ത് നമ്മളുടെ കയ്യിൽ മല്ലിയില ഉണ്ട് എന്ന് വെച്ചാൽ മല്ലിയില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കപ്പ വെച്ചുള്ള മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കടകളിൽ നിന്ന് മേടിക്കുന്ന എണ്ണപ്പലഹാരങ്ങളെക്കാളും എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് വീട്ടിൽ ഇതുപോലെ ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവുക. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ.